നമസ്കാരം. IPL-ലെ ഏറ്റവും നിർഭാഗ്യമുള്ള ടീമാണ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു. പ്രഥമ സീസൺ മുതൽ കളിച്ചിട്ടും ഇതുവരെ കപ്പിലേക്ക് എത്താനുള്ള ഭാഗ്യം അവർക്കുണ്ടായിട്ടില്ല. ഇതിഹാസ തുല്യരായ പല താരങ്ങളും RCB-ക്കായി തകർത്തടിച്ച് കളിച്ചിട്ടുണ്ട്. എന്നാൽ കപ്പിലേക്ക് എത്താൻ ഇതുവരെ ടീമിന് സാധിച്ചിട്ടില്ല എന്നതാണ് ദൗർഭാഗ്യകരമായ കാര്യം. ഇത്തവണ രജത് പാട്ടിദാറിന് കീഴിലാണ് RCB കളിക്കുന്നത്. നായകനെന്ന നിലയിൽ ടീമിനെ മുന്നിൽ നിന്ന് നയിക്കാൻ രജത്തിന് സാധിക്കുന്നുണ്ട്. ഇത്തവണത്തെ ആദ്യത്തെ 2 മത്സരത്തിലും ജയിച്ചു തുടങ്ങാൻ RCB-ക്ക് സാധിച്ചിരിക്കുകയാണ്. ആദ്യ മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ തോൽപ്പിച്ച RCB രണ്ടാം മത്സരത്തിൽ ചെപ്പോക്കിലാണ് വിജയം നേടിയെടുത്തത്. RCB-യുടെ ആരാധകർക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന തുടക്കമാണ് ഇത്തവണ ലഭിച്ചിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ഇത്തവണ കപ്പിലേക്ക് എത്താൻ RCB-ക്ക് സാധിക്കുമോ എന്നാണ് ഇനി എല്ലാവരും ഉറ്റുനോക്കുന്നത്. തുടക്കം മികച്ചതായതിനാൽ തന്നെ ഈ സാല കപ്പ് RCB-ക്കാണെന്ന വലിയ പ്രതീക്ഷയും ആരാധകർക്ക് ഉണ്ട്. പ്രഥമ സീസൺ മുതലുള്ള കാത്തിരിപ്പിന് വിരാമമിട്ട് ഇത്തവണ RCB കിരീടം നേടാൻ സാധ്യത കൂടുതലാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് പറയാൻ ചില കാരണങ്ങളും ഉണ്ട്. ഇതെന്തൊക്കെയാണെന്നാണ് പരിശോധിക്കേണ്ടത്. കഴിഞ്ഞ സീസൺ വരെയുള്ള RCB-യുടെ പ്രധാന പ്രശ്നം ടീം കരുത്തായിരുന്നു. ബാറ്റിംഗ് നിരയിൽ 1-2 താരങ്ങളെ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോകുന്നതായിരുന്നു RCB-യുടെ പ്രശ്നം. എന്നാൽ ഇത്തവണ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ സാധിച്ചിരിക്കുകയാണ്. വിരാട് കോഹ്ലിയുടെ ബാറ്റിങ്ങിനെ മാത്രം ആശ്രയിക്കുന്ന നിരയായിരുന്നു RCB. എന്നാൽ ഇപ്പോൾ ബാറ്റിംഗ് നിരയിൽ വിശ്വസ്തരായ താരങ്ങളുള്ളത് RCB-യുടെ കിരീട സാധ്യത ഉയർത്തുന്നുണ്ട്. ഫിൽ സോൾട്ട് തുടക്കം മുതൽ അടിച്ചു തകർക്കുന്നുണ്ട്. പിന്നാലെ രജത് പാട്ടിദാർ, അതുപോലെ തന്നെ ദേവദത്ത് പടിക്കൽ എല്ലാം തന്നെ രംഗത്തുണ്ട്. അതുപോലെ തന്നെ ലിയാം ലിവിങ്സ്റ്റണും ജിതേഷ് ശർമ്മയും ടീം ഡേവിഡും കൃണാൽ പാണ്ഡ്യയും ഒക്കെ ഉണ്ട്. ബാറ്റിംഗിൽ ഒന്നിലധികം താരങ്ങൾ ഒരേ സമയം ഫോം കണ്ടെത്തുന്നുണ്ട് എന്നത് RCB-ക്ക് കൂടുതൽ പ്രതീക്ഷ നൽകുന്ന കാര്യം കൂടിയാണ്. ഇത്തവണ കരുത്തുറ്റ ബാറ്റിംഗ് നിരയാണ് RCB-ക്ക് ഉള്ളത് എന്ന് വേണമെങ്കിൽ പറയാം. ഇവരെല്ലാം നല്ല ഫോമിലുമാണ്. ഇത് ടീമിന്റെ കിരീട സാധ്യത സജീവമാക്കുന്നുണ്ട്. മുഹമ്മദ് സിറാജ് ഉൾപ്പെടെ തല്ലുകൊള്ളിയാളായ ബൗളർമാരെ ഒഴിവാക്കാൻ RCB എടുത്ത തീരുമാനം ഫലം കണ്ടുവെന്ന് തന്നെ പറയാം. ജോഷ് ഹേസൽവുഡാണ് ടീമിന്റെ പ്രധാന പേസർ. ഓസീസ് പേസറായ തകർപ്പൻ ഫോമിലാണ് പന്തിറങ്ങിക്കൊണ്ടിരിക്കുന്നത്. CSK-ക്കെതിരെ 3 വിക്കറ്റോടെ മാച്ച് വിന്നിംഗ് പ്രകടനമാണ് ഹേസൽവുഡ് കാഴ്ചവെച്ചത്. KKR-നെതിരെ 2 വിക്കറ്റുകളും ഹേസൽവുഡ് നേടിയിരുന്നു. എന്തായാലും പല സീസണിലും ബാറ്റിംഗ് നിര ശ്രദ്ധേയമായ പ്രകടനം നടത്തുമ്പോഴും ബോളർമാരുടെ പിഴവ് കൊണ്ട് RCB തോൽക്കുന്നത് പലവട്ടം കണ്ടിട്ടുള്ളതാണ്. എന്നാൽ ഇത്തവണ അങ്ങനെ ഒരു സാഹചര്യമില്ല. RCB-യുടെ ബോളിംഗ് നിര റൺസ് പ്രതിരോധിക്കാൻ മിടുക്കുള്ളവരുടേതാണ്. ചെപ്പോക്കിലെ ജയം ഇത് തെളിയിക്കുന്നുമുണ്ട്. യശ് ദയാല് മധ്യ ഓവറുകളിൽ തകർപ്പൻ പ്രകടനത്തോടെ കയ്യടി നേടുന്നുമുണ്ട്. ഇത്തവണ സന്തുലിതമായ താരനിരയുള്ളത് RCB-ക്ക് കരുത്താകുന്നുമുണ്ട്. വിരാട് കോഹ്ലിയും പിന്നാലെ ഫാഫ് ഡുപ്ലസിസും RCB-യെ നയിച്ചപ്പോഴും മികച്ച പ്രകടനമാണ് ടീം കാഴ്ചവെച്ചതെന്ന് പറയാനാകില്ല. നിർണായക സാഹചര്യത്തിൽ തീരുമാനമെടുക്കുന്നതിൽ ഇവർക്ക് പിഴവ് പറ്റിയിരുന്നു. എന്നാൽ രജത് പാട്ടിദാർ ഇവരിൽ നിന്ന് വ്യത്യസ്തരാണ്. സാഹചര്യത്തിനനുസരിച്ച് മികച്ച തീരുമാനമെടുക്കാൻ രജത്തിന് സാധിക്കുന്നുണ്ട്. ആദ്യ 2 മത്സരത്തിലും രജത് വരുത്തിയ ബോളിംഗ് ചേഞ്ചുകളും ഫീൽഡിംഗ് വിന്യാസവും മികച്ചതായിരുന്നു. ഇതേ മികവ് തുടരാനായാൽ RCB കപ്പിലേക്ക് എത്താൻ സാധ്യത കൂടുതലാണെന്ന് തന്നെ പറയാം.